പ്രിയമുള്ളവരെ, നമ്മളേവരും കാതോർത്തിരുന്ന ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും മുസ്ലിം കൈരളിയുടെ ആധികാരിക ശബ്ദവുമായ ബഹുമാനപ്പെട്ട അലിയാർ ഉസ്താദ് അൽ ഖാസിമി അവറുകളെ പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആരും പോകരുത്, എല്ലാവരും ഇരിക്കണം. മാത്രമല്ല, ഹാഫിളീങ്ങളായിട്ടുള്ള ആളുകൾ, ഹാഫിളത്തുകൾ അവരവരുടെ കസേരകളിലേക്ക് വന്നിരിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദ്യനായ യോഗാധ്യക്ഷൻ, ബഹുമാന്യനായ ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് അവറുകൾ, യോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച മാധ്യമ കേരളത്തിൻ്റെ അഭിമാനം, നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രതീക്ഷ കൂടിയായ ഡോക്ടർ സി ദാവൂദ് സാഹിബ്, ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ ആദരണീയനായ സംസ്ഥാന ഉപാധ്യക്ഷൻ മൗലാന മുഹമ്മദ് ഷരീഫ് ഖുസരി അവരുകളടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ നേതാക്കളെ, ഉലമാക്കളെ, മഹത്തായ ഈ സദസ്സിൽ സംബന്ധിക്കുന്ന ഏറെ ആദരണീയരും ബഹുമാന്യരുമായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ ദീർഘനേരമായി തുടങ്ങിയ ഈ മഹാസമ്മേളനം അതിൻ്റെ പരിസമാപ്തിയോട് അടുക്കുന്ന ഈ നിമിഷത്തിൽ വളരെ ദീർഘമായി ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ മുതിരുന്നില്ല. ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ കാരാളികോണം യൂണിറ്റ് ബഹുമാന്യരായ ഇതിൻ്റെ സംഘാടകരിൽ പ്രമുഖനായ ഒരു വ്യക്തി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ തന്നെ ജമിയത്തുൽ ഉലമാ ഹിന്ദിന് അഭിമാനിക്കാൻ കഴിയുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു യൂണിറ്റാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവത്തെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി സ്ഥലകുലുക്കി അംഗീകരിക്കാൻ ഈ വിനീതന് അങ്ങേയറ്റം സന്തോഷമുണ്ട് എന്ന് ഉറക്കെ പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. എത്ര മനോഹരമായ പ്രവർത്തനങ്ങൾക്കാണ് ബഹുമാന്യനായ നുജൂബുദ്ദീൻ മൗലവിയുടെ നേതൃത്വത്തിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാരാളികോണം മേഖല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഈ നാട് സാക്ഷിയായതുകൊണ്ട് തന്നെ ഞാനത് എടുത്തു പറഞ്ഞ് വിസ്തരിക്കേണ്ടതില്ല എന്നുകൂടി വിചാരിക്കുകയാണ്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, അതിലെല്ലാം ഉപരിയായി ഇന്നിവിടെ അവാർഡ് ദാനം നൽകപ്പെടുമ്പോൾ നോക്കൂ, ജമിയത്തുൽ ഉലമാ ഹിന്ദ് 1919 ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സമരഭൂമികയിൽ പണ്ഡിതന്മാരാൽ ബീജാപാപം ചെയ്യപ്പെടുമ്പോൾ, ആ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ചെറിയ പണ്ഡിതന്മാരല്ല എന്ന് നാം ഓർക്കണം. ഇൻഡോ പാക് ഉപഭൂഖണ്ഡം ജനിപ്പിച്ച ഏറ്റവും മഹാരഥന്മാരായ പണ്ഡിത മഹാപ്രതിഭകളുടെ കരലാളനകളാൽ ഷെയ്ഖുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മഹാചാര്യൻ എന്ന് ഈ ഭാരതം പേർ ചൊല്ലി വിളിച്ച മഹാനായ മഹ്മൂദുൽ ഹസൻ ദൈബന്ദി അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ സ്ഥാപിതമായ, അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ തുടക്കം കുറിക്കപ്പെട്ട അതിമഹത്തായ സ്ഥാപനമാണ് ഇന്നും ഇന്ത്യയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏറ്റവും ആധികാരികമായ ഉന്നത മതവിദ്യാഭ്യാസം നൽകപ്പെടുന്ന ദാറുൽ ഉലൂം ദൈബന്ദ് എന്ന് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ആ മഹാപ്രസ്ഥാനത്തിൻ്റെ നേതാവായ മൗലാന മഹ്മൂദുൽ ഹസൻ ദൈബന്ദിയും അതുപോലെ തന്നെ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ആദിമ പ്രിൻസിപ്പളായിരുന്ന ബഹുമാന്യനായ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തെ അവരുടെ പാരതന്ത്ര്യത്തിൻ്റെ നുകത്തിന് കീഴിൽ അടിച്ചമർത്തി ഭരിച്ച് ഇന്ത്യൻ ജനതയെ തമ്മിൽ അടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുകയും ശിഥിലമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിനും ഈ രാജ്യത്തിൻ്റെ നല്ല നിലനിൽപ്പിനും വിഘാതമാണെന്ന് കരുതിക്കൊണ്ട് സൂര്യനാസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളോട് സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ സന്നദ്ധമായ ആ മഹാപണ്ഡിതന്മാരോട് ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്ത ഏറ്റവും കിരാതമായ പ്രതികാരം എന്നത് ആൾപ്പാർപ്പേതുമില്ലാത്ത ഇറ്റലിക്കടുത്തുള്ള മാൾട്ട ദ്വീപപ്രദേശത്തെ മാൾട്ടയിലെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി 4 വർഷം ഈ മഹാപണ്ഡിതന്മാരെ ഏകാന്തവാസത്തിന് വിധിക്കുകയായിരുന്നു. മാൾട്ടയിലെ സെൻട്രൽ ജയിലിൽ പോയി
ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പൊരുതിയെന്ന ഒരേ ഒരു കാരണത്തിന്റെ പേരിൽ ഈ മഹാപണ്ഡിതന്മാർ അവരെഴുതിയ ഗ്രന്ഥങ്ങളൊന്ന് വായിച്ചു തീർക്കാൻ നമ്മുടെ ഒരു മനുഷ്യായുസ്സിന് സാധ്യമല്ലാത്ത വിധം ഗ്രന്ഥങ്ങൾ രചിച്ച, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയതുമല്ലാത്തവരുമായ, ഒരു വേള ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ ഇസ്ലാമിക മൂല്യങ്ങളെ, ധാർമ്മിക മൂല്യങ്ങളെ, ഈ രാജ്യം ഇന്നോളം കാത്തു സൂക്ഷിച്ച സനാതനമായ ധാർമ്മിക മൂല്യങ്ങളെ, മതേതര മൂല്യങ്ങളെ, മാനവിക മൂല്യങ്ങളെ എല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഇന്ത്യ രാജ്യത്ത് നിലനിർത്തിപ്പോന്ന മഹത്തായ ദാറുൽ ഉലൂം ദൈബന്ദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളായ ഈ മഹാരഥന്മാരെ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരിൽ പൊരുതിയെന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ മാൾട്ടയിലെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി 4 വർഷം വിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോ ആ മഹാരഥന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്ത സേവനം എത്ര നിസ്തുലമായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് അവർ എത്രമാത്രം കണ്ണിലെ കരടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1919 സ്ഥാപിതമായ ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ട്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുമായി കൈകോർത്തുകൊണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെയുമായി കൈകോർത്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ മുഴുവൻ നേതാക്കളുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ഈ സ്വാതന്ത്ര്യ സമര ഭൂമികയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് നടത്തിയ ആ പ്രവർത്തനങ്ങളില്ലായിരുന്നുവെങ്കിൽ നാം ഇന്ന് കാണുന്ന ഇന്ത്യ സ്വതന്ത്രമാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല, നാം ഇന്ന് കാണുന്ന ഇന്ത്യ അങ്ങനെ തന്നെ നിലനിൽക്കുക പോലും ഇല്ലായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാനിത് പറയുമ്പോ ഇതുപോലൊരു ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും സംശയിച്ചേക്കാം. നമ്മളൊക്കെ ഇപ്പോ അടുത്ത കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്ന വലിയ ആഘോഷം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷമാണ്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷം രാജ്യവ്യാപകമായി നടത്തുന്നതിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ പരിപാടി. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ ഗവർണറേറ്റിൽ ഇരുന്നു കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യാതൊരു ജനാധിപത്യപരമായ അധികാരങ്ങളുമില്ലാത്ത ഒരു റബ്ബർ സ്റ്റാൻഡ് പദവി മാത്രം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തെ മുള്ളിൽ നിർത്തുന്ന ഗവർണർ ഈ രാജ്യത്തോട് ഓഗസ്റ്റ് 14 ഒരു ആഹ്വാനം നടത്തിയത് നമ്മളെല്ലാവരും അറിയുകയുണ്ടായി. എന്തായിരുന്നു ആ ഗവർണർ? തികച്ചും RSSകാരനായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു ചെറുവിരൽ അനക്കത്തിന്റെ പങ്കുപോലുമില്ലാത്ത ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ എന്നല്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുത്ത, അതിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു പൈതൃകം മാത്രമുള്ള RSSന്റെ ഒരു സാധാരണ പ്രവർത്തകൻ എന്ന മാത്രം പരിഗണനയിൽ ഗവർണറേറ്റിൽ നിലയുറപ്പിക്കാൻ അവസരം ലഭിച്ച കേരളത്തിന്റെ ഗവർണർ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ തലേന്ന് ഓഗസ്റ്റ് 14 ഒരാഘോഷം അല്ലെങ്കിൽ ഒരു അനുസ്മരണം സംഘടിപ്പിക്കാൻ നമ്മുടെ കേരളത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. ഔദ്യോഗികമായി അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിറ്റികളോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അക്കാര്യത്തിൽ ചെയ്തതെന്ന് വളരെ കൃത്യമായ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കണമെന്ന് അവരെ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതെന്തറിയോ? വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് 14 ആചരിക്കാൻ. വിഭജനത്തിന്റെ ഭീതി നാം മറന്നു പോകരുതെന്ന്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ വിഭജനത്തിന്റെ കാരണക്കാർ ആരൊക്കെയോ ചിലരാണ്. അവരെ കുറിച്ചുള്ള ഭീതി ഊറുന്ന ഓർമ്മകൾ നമ്മുടെ രാജ്യവും സംസ്ഥാനവും മറന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വിഭജനത്തിന്റെ നീറുന്ന വേദനകൾ മറക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ജനതയെ, കേരള ജനതയെ ആ നീറുന്ന ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മുടെ ഗവർണർ ശ്രമിക്കുമ്പോൾ, ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നിസ്തുലമായ പങ്കുവഹിച്ച ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ആധികാരിക മതപണ്ഡിത പ്രസ്ഥാനമായ, ബഹുജന പ്രസ്ഥാനമായ ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സേവനങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. വിഭജനത്തിന്റെ ഓർമ്മകൾ കേരളീയ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ ആ സേവനങ്ങൾക്ക് ഗവർണറോട് കേരളീയ ഇസ്ലാമിക സമൂഹം, മതേതര സമൂഹം നന്ദി പറയുകയാണ്. കാരണം ഞങ്ങൾ ആരാണ് ഈ ഇന്ത്യയെ വിഭജിച്ചത് എന്ന് ആ സന്ദർഭത്തിൽ പ്രത്യേകമായി ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ
വളരെ കൃത്യമായി എനിക്ക് കിട്ടിയ അറിവുകൾ മാത്രം ഈ സന്ദർഭത്തിൽ ഒന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ 800 വർഷക്കാലം ഇന്ത്യ അടക്കി ഭരിച്ച മുഗളന്മാർ ഇന്ത്യ ഭരിച്ച ആ കാലഘട്ടത്തിൽ ഒന്നും ഈ രാജ്യം ഒരു തുണ്ട് പോലും വിഭജിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് ആ ചരിത്രം പറയുന്നത്. ഒരു തുണ്ട് ഈ രാജ്യത്തിൻ്റെത് മുറിച്ചു മാറ്റാൻ ഈ രാജ്യത്തെ 800 വർഷക്കാലത്ത് തങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുവദിച്ചിട്ടേയില്ല. ഒരു വിഭജനവാദിയെയും ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ അവർക്ക് അധികാരവും ഈ രാജ്യത്തിൽ നിയന്ത്രണാധികാരവും ഉണ്ടായിരുന്ന സമയത്ത് അവരത് അനുവദിച്ചിട്ടേ ഇല്ല എന്നാണ് ഇന്ത്യയുടെ ചരിത്രം പറയുന്നത്. RSSകാർക്ക് അഖണ്ഡ ഭാരതത്തോട് അവിഭക്ത ഇന്ത്യയോട് എന്തോ പ്രത്യേക കൂറാണ് എന്ന് ഈ വിഡ്ഢികൾ വെറുതെ വ്യാജമായി പ്രചരിപ്പിക്കാറുണ്ട്. വളരെ കൃത്യമായി പറയട്ടെ, അഖണ്ഡ ഭാരതം എന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യം ഈ ലോകത്ത് എന്തെങ്കിലും നിലനിന്നിരുന്നെങ്കിൽ 800 ആണ്ട് മുസ്ലിമീങ്ങൾ ഭരിച്ചപ്പോൾ മാത്രം ഉൾപ്പെടെ ഇതിഹാസ ഭാരതത്തിലെ പ്രഖ്യാതമായ കാന്താരിയുടെ ജന്മഭൂമിയായ കാണ്ഡഹാർ ഉൾപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ അടക്കം ഒരഖണ്ഡ ഭാരതം, അവിഭക്ത ഭാരതം ഈ രാജ്യത്ത് ഇവിടെ നിലനിന്നിരുന്നത് അത് മുഗൾ ഭരണകർത്താക്കളുടെ കാലഘട്ടത്തിലായിരുന്നു. അവരുടെ 800 ആണ്ട് ഭരണകാലത്ത് അതിൽ നിന്ന് ഒരു തുണ്ട് മുറിച്ചു മാറ്റാൻ അഫ്ഗാൻ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. നേപ്പാൾ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ഭൂട്ടാൻ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ടിബറ്റ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ശ്രീലങ്ക വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. മ്യാൻമർ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. പാകിസ്ഥാൻ വിട്ടുകൊടുക്കാൻ മുസ്ലിം ഭരണാധികാരികൾ അനുവദിച്ചേയില്ല. പക്ഷേ ഞാൻ ഈ പേര് പറഞ്ഞ രാജ്യങ്ങളൊന്നും ഇന്ന് ഇന്ത്യ അല്ല കേട്ടോ, നമ്മൾ മനസ്സിലാക്കിക്കോളൂ. ഞാൻ ഈ പേര് പറഞ്ഞ രാജ്യങ്ങളൊന്നും ഇന്ന് ഇന്ത്യ അല്ല. ഇന്ത്യയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട നാടുകളാണത്. എന്നാണത് മുറിച്ചു മാറ്റപ്പെട്ടതെന്ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് പറയുന്ന മിസ്റ്റർ ഗവർണർ, താങ്കൾ തന്നെ ആദ്യമായി തിരിച്ചറിയണം, എന്നിട്ടത് ലോകത്തോട് പറയണം എന്ന് പറയാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശക്കൂറുള്ള വിഭജന വിരോധികളായ മതേതര ജനത ഒന്നടങ്കം തയ്യാറാകേണ്ട സമയമാണ്. എന്നാണ് വിഭജനം നടന്നത് നിങ്ങൾക്കറിയോ? മുഗളന്മാർ അവരുടെ രാജ്യാധികാരം നഷ്ടപ്പെട്ടു. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്ലാസി യുദ്ധത്തോടുകൂടി 1857 ബംഗാളിലെ ഒരു നെൽവയലിൽ നടന്ന ആ യുദ്ധമുണ്ടല്ലോ, പ്ലാസി യുദ്ധത്തോടുകൂടി സിറാജുദ്ദൗള എന്ന് പറയുന്ന ബംഗാൾ ഭരിച്ച മുസ്ലിമായ നവാബിന്റെ കൈകളിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തതോടെ ഇന്ത്യയിലെ മുഗൾ ഭരണകർത്താക്കളുടെ, മുസ്ലിം ഭരണാധികാരികളുടെ അധികാരം നഷ്ടപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് അത് വന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ സേന പരാജയപ്പെട്ടതോടുകൂടി ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ഇന്ത്യയുടെ അധികാരം വന്നു. അന്ന് തുടങ്ങി ഇന്ത്യയുടെ വിഭജനം. നിങ്ങൾക്ക് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. ഞാൻ പറയുന്നതല്ല, അലിയാർ മൗലവി പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് കാണാം, 7 countries were separated from India. ഇന്ത്യയിൽ നിന്ന് 7 രാജ്യങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ബട്ട് നോട്ട് ഓൾ ഇൻ ദി സെയിം ഇയർ. ഒരു വർഷത്തിലല്ല എന്ന് ഓർക്കണം. അഫ്ഗാനിസ്ഥാൻ 1976 1876 എന്ന് പറഞ്ഞാൽ 857 ബ്രിട്ടീഷുകാരന്റെ കൈകളിൽ അധികാരം അമർന്ന് ഒരു 20 കൊല്ലം പിന്നിടുന്നതിന് മുമ്പേ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന കാണ്ഡഹാർ അടങ്ങുന്ന, കാന്താരിയുടെ ജന്മഭൂമി അടങ്ങുന്ന ഇന്ത്യ മുറിച്ചു മാറ്റി. ആരാണ് മുറിച്ചു മാറ്റിയത്? ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ ഈ ഗവർണറുടെ പൂർവികന്മാരായ ജാതി ഹിന്ദുക്കളും ചേർന്ന് 800 ആണ്ട് ഒരു തുണ്ടു മുറിച്ചു മാറ്റാൻ അനുവദിക്കാതെ മുസ്ലിമീങ്ങൾ നിധി പോലെ കാത്തുവെച്ച ഇന്ത്യയെ കയ്യിൽ അധികാരം കിട്ടി 20 ആണ്ട് പിന്നിടുന്നതിന് മുമ്പ് മുറിച്ചു മാറ്റിയതിന്റെ ഒന്നാം പ്രതി ഈ ഗവർണറുടെ പൂർവികന്മാരാണ്, ബ്രിട്ടീഷുകാരായ വംശീയ ക്രിസ്ത്യാനികളുമാണ്. രണ്ടാമതായി നേപ്പാൾ 1904 നമുക്ക് നഷ്ടപ്പെട്ടു. നേപ്പാൾ ഇന്ന് ഇന്ത്യയല്ല, പക്ഷെ മുഗളന്മാരുടെ കാലത്ത് നേപ്പാൾ ഇന്ത്യയാണ്. മൂന്നാമതായി ഭൂട്ടാൻ 1906 മുറിച്ചു മാറ്റി. നേപ്പാൾ ഇന്ന് ഇന്ത്യയല്ല, പക്ഷെ മുസ്ലിമീങ്ങളുടെ കൈകളിൽ നേപ്പാൾ ഇന്ത്യയാണ്. ടിബറ്റ് 1907 മുറിച്ചു മാറ്റി. അത് ഇന്ന് ഇന്ത്യയല്ല, അത് മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഇന്ത്യയാണ്.
ശ്രീലങ്ക 935, മ്യാൻമർ 937, പാകിസ്ഥാൻ 947. മുറിച്ചതെല്ലാം വിഭജിച്ചതെല്ലാം മുസ്ലിമീങ്ങൾക്ക് അധികാരമില്ലാത്ത കാലഘട്ടത്തിലാണ്. മുസ്ലിമീങ്ങൾക്ക് അധികാരമുള്ള ഒരു കാലത്തും ഇന്ത്യയുടെ ഒരു തുണ്ട് മുറിച്ചു മാറ്റപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഈ മുസ്ലിമീങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് പറയുന്ന ഗവർണർ ആ വിഭജന ഭീതി ദിനത്തിലേക്ക് ഞങ്ങൾ എത്തി നോക്കുമ്പോൾ അതിന്റെ ഒന്നാം പ്രതി കേരളത്തിന്റെ ഗവർണറേറ്റ് ഭരിക്കുന്ന താങ്കളും താങ്കളുടെ പൂർവികന്മാരുമാണ്. മുസ്ലിമീങ്ങൾക്ക് അധികാരമില്ലാതെ പോയ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ എന്ന് ഈ രാജ്യത്തോട് തുറന്നു പ്രഖ്യാപിക്കാനും അത് തിരിച്ചറിയാനും അവസരം നൽകിയതിന്റെ പേരിൽ അങ്ങയോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇനിയും എല്ലാ കൊല്ലവും ഈ വിഭജന ഭീതി ദിനം താങ്കൾ ആചരിക്കാൻ കേരളത്തോട് പറയണം. അന്നൊക്കെ ഞങ്ങൾ ഈ വിഭജനത്തിന്റെ മുഴുവൻ ഉത്തരവാദികളും മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തില്ലാതെ പോയതും വിഭജനവാദികളായ ഡിവൈഡ് ആൻഡ് റൂളിന്റെ വംശീയവാദികളായ ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാരും നേരത്തെ ഇവിടത്തെ പല പ്രഭാഷകന്മാരും സൂചിപ്പിച്ച ജാതി വെറിയന്മാരായ ഇവിടത്തെ വംശീയവാദികളായ ഇന്നത്തെ ഭരണാധികാരികളുടെ മാതൃകാ പുരുഷന്മാരും കൂടി ചേർന്നുകൊണ്ടാണ് കാണ്ഡഹാർ അടക്കം, അഫ്ഗാൻ അടക്കം, നേപ്പാൾ അടക്കം, ഹിന്ദു രാഷ്ട്രമായ നേപ്പാൾ അടക്കം ഇന്ത്യയിൽ നിന്ന് മുറിച്ചു മാറ്റിയത്. ഈ വിഭജനത്തിനെതിരിൽ അന്ന് നിലയുറപ്പിച്ചുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റിയ ഇന്ത്യയിൽ പോലും ബംഗാളിലൂടെയും പഞ്ചാബിലൂടെയും ഓടി നടന്നുകൊണ്ട് അരുതരുതേ, പോകരുതേ, ഇവിടം വിട്ടു പോകരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടന്ന നേതാക്കന്മാരുടെ പേരാണ് ജമിയത്തുൽ ഉലമ ഹിന്ദിന്റെ നേതാക്കന്മാരായ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി, മഹ്മൂദ് ഹസൻ ദൈബന്തി, മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ളവർ. അറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, വിഭജനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് പോലും ബ്രിട്ടീഷുകാരുടെ ഒത്താശകൾക്ക്, മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ പ്രചോദനങ്ങൾക്ക് വശംവദമായി, മുഹമ്മദ് അലി ജിന്ന പോലും വശംവദമായപ്പോ അത് അനുവദിക്കുകയില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ജമിയത്തുൽ ഉലമ ഹിന്ദില്ലായിരുന്നുവെങ്കിൽ 61 വർഷത്തെ ടൈം ഫ്രെയിമിനിടയിൽ 7 പ്രാവശ്യം മുസ്ലിമീങ്ങൾക്ക് ആധിപത്യമില്ലാതെ പോയത് കൊണ്ട് മാത്രം മുറിച്ചു മാറ്റപ്പെട്ട ഇന്ത്യ പിന്നീടും ഈ 75-80 വർഷക്കാലത്തിനിടയിൽ പലവട്ടം മുറിച്ചു മാറ്റപ്പെട്ടേനെ എന്ന യാഥാർത്ഥ്യം ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജമിയത്തുൽ ഉലമ ഹിന്ദ് അതിന്റെ പ്രവർത്തന പാതയിൽ ഇന്നും അഭംഗുരം മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് ജമിയത്തുൽ ഉലമ ഹിന്ദ് എന്തിനാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുമെങ്കിൽ, ഈ വിലപ്പെട്ട സേവനം ഈ രാജ്യത്തിന് സമ്മാനിച്ചതിന് അതിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യ ജമിയത്തുൽ ഉലമ ഹിന്ദിന്റെ മഹാനായ പ്രസിഡന്റിനോട് ഇന്ത്യയുടെ 1ാം വിദ്യാഭ്യാസ മന്ത്രിപദം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അത് നിരാകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ പൊരുതിയത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുന്ന ബ്രിട്ടീഷ് മേൽക്കോയ്മയെ ഇന്ത്യയിൽ നിന്ന് തുരത്താനാണ്. അധികാരത്തിന് വേണ്ടിയല്ല, രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയല്ല, അത് നിങ്ങൾ തന്നെ കൈവശം വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മതേതര ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് അധികാരം വിട്ടൊഴിഞ്ഞു കൊടുക്കാൻ നിർബന്ധിതമായപ്പോൾ, അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിർബന്ധിച്ചപ്പോൾ മൗലാന അബുൽ കലാം ആസാദിനെ ഇന്ത്യയുടെ ജമിയത്തുൽ ഉലമ ഹിന്ദിന്റെ വാർഷിക സമ്മേളനങ്ങളിൽ പലപ്പോഴും അധ്യക്ഷനായിരുന്നു കൊണ്ട് ജമിയത്തിന്റെയും കോൺഗ്രസിന്റെയും ഒരുപോലെ പ്രതിനിധിയായി വിരാജിച്ച മൗലാന അബുൽ കലാം ആസാദിനെ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായി നിർദ്ദേശിച്ചുകൊണ്ട് അധികാര കേന്ദ്രത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് വീണ്ടും മതപാഠശാലകളിലേക്കും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലേക്കും മതസൗഹാർദ്ദ പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങി തിരിച്ച് അധികാരത്തിന്റെ പങ്ക് ചോദിക്കാതെ ഇന്ത്യയിലെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഉറച്ചു നിന്ന മഹത്തായ ദേശീയ പ്രസ്ഥാനമാണ് ജമിയത്തുൽ ഉലമ ഹിന്ദ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ആ മഹത്തായ പ്രസ്ഥാനത്തിന് കേരളീയ ഭൂമികയിലുള്ള അപരിചിതത്വം മാറ്റി ഇന്നും കേരളത്തിൽ ബുൾഡോസർ രാജിനെതിരിൽ നിയമ പോരാട്ടം നടത്തുന്ന, വഖഫ് കരിനിയമത്തിനെതിരിൽ നിയമ പോരാട്ടം നടത്തുന്ന, മദ്രസകൾക്കെതിരിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരിൽ നിയമ പോരാട്ടം നടത്തി അതിലെല്ലാം വിജയം വരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അഥവാ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ന്യൂനപക്ഷ സമൂഹങ്ങൾ, അതുപോലെ തന്നെ നിരപരാധികളായ ഒരുപാട് യുവാക്കളെ ജാതിമത ഭേദമന്യേ UAPA യുടെ പേരിൽ ജയിലിൽ അടച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ
നിയമ പോരാട്ടം നടത്തി 100-ലധികം പേരെ കൊലക്കയറിൽ നിന്ന് വിമോചനം നേടിക്കൊടുത്ത മഹത്തായ ഒരു ദേശീയ പണ്ഡിത ബഹുജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ്. അതുകൊണ്ട് കാരാളികോണം യൂണിറ്റിലെ കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ട ജംഇയ്യത്തിന്റെ പ്രവർത്തകരെ, ഇന്നത്തെ ഇന്ത്യ മതേതരമാണോ? അധികാര കേന്ദ്രങ്ങളെ പരിഗണിക്കുമ്പോൾ എന്ന് നാം ആലോചിക്കുമ്പോൾ ഉത്തരം വ്യത്യസ്തമാണെങ്കിലും ഇന്ന് രാജ്യം ഏറ്റവും അധികം കൊതിക്കുന്നത് മതേതരത്വമാണ്. ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനത ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ്. പലവട്ടം തെരഞ്ഞെടുപ്പ് നടന്നിട്ടും വോട്ട് ചെയ്ത 100 പേരിൽ പോലും ചെയ്യാത്തവരെത്രയോ, പകുതിയോളം പേർ. വോട്ട് ചെയ്ത 100 പേരിൽ പോലും 35%-ലധികം ആളുകൾ ഈ ഭീകര വർഗീയ പ്രസ്ഥാനത്തിന് വോട്ട് നൽകിയിട്ടില്ല. 3-2 പേരും നിങ്ങൾ ഞങ്ങളെ ഭരിക്കണ്ട എന്ന് വോട്ട് നൽകിയ ഈ മഹത്തായ മതേതര ഇന്ത്യയിൽ അതുപോലും കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ടാണ് അവർ അധികാരത്തിൽ എത്തിയതെന്ന് ഇന്ത്യയുടെ LOP വളരെ കൃത്യമായ രേഖകൾ സഹിതം രാജ്യത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഇന്ത്യയിൽ മതേതരത്വത്തിനാണ് ഇന്ത്യൻ ജനത വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഇക്കാലഘട്ടത്തിൽ ഏറ്റവും മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനം, ഏറ്റവും വലിയ മതപ്രവർത്തനം, ഏറ്റവും വലിയ സാമുദായിക പ്രവർത്തനം, ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനം, ഈ മഹത്തായ സംരംഭങ്ങൾക്ക് നൂറ്റാണ്ടിലേറെ പൈതൃകത്തോടുകൂടി പഴക്കത്തോടുകൂടി ഈ രാജ്യത്ത് ഉറച്ചു നിന്ന് അധികാരത്തിന്റെ പങ്ക് ചോദിക്കാതെ നേതൃത്വം നൽകുന്ന, അധികാരത്തിന്റെ പങ്കശേഷം ചോദിക്കാതെ അവരുള്ള മേഖലകളിലെല്ലാം തങ്ങളലാവും വിധം ജനോപകാര പ്രവർത്തനങ്ങൾക്ക്, വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ്. ഇവിടെ മഹാനായ പ്രവാചകൻ മർഹൂർ റസൂലിന്റെ കൂടി സമ്മേളനമാണല്ലോ. ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തില്, ഇവിടെ പ്രവാചകന്റെ പ്രായം പറഞ്ഞുകൊണ്ട് അവഹേളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ 9 വയസ്സ് പ്രായം തികഞ്ഞ പ്രായപൂർത്തിയായി 9 വയസ്സ് പിന്നിട്ട ആയിഷയെ തന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു എന്നതിന്റെ പേരിൽ പരിഹാസം ചൊരിയുന്നവരോട് നിങ്ങളുടെ ആചാര്യന്മാർ പോലും 21-ാം നൂറ്റാണ്ടിൽ 11 വയസ്സിൽ സഖാവ് EMSന്റെ അമ്മയെ വിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അതൊരു മഹാപാതകമായി പോകുമെന്ന് നമ്മുടെ മതേതരന്മാർ ചിത്രീകരിക്കുന്നെങ്കിൽ അതിന്റെ യുക്തി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മലയാള മനോരമ എന്ന് പറയുന്ന വലിയ മാധ്യമ പ്രസ്ഥാനത്തിന്റെ അതിന്റെ സ്ഥാപക പിതാവ് മാമ്മൻ മാപ്പിള, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചത്, മാമ്മൻ മാപ്പിളയ്ക്ക് അദ്ദേഹത്തിന്റെ അമ്മ ജന്മം നൽകിയത് 11-ാം വയസ്സിലാന്ന് പറഞ്ഞ 10 വയസ്സിൽ അവരുടെ കല്യാണം നടന്നു. ഇതൊക്കെ 21-ാം നൂറ്റാണ്ടിൽ പോലും ഇവിടെ അരങ്ങേറിയിട്ട് മഹദി ആയിഷ ബീവി പ്രസവിച്ചിട്ടില്ല, ഗർഭിണിയായിട്ടില്ല. ആ മഹദി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം സന്തുഷ്ട ജീവിതമാണ് നയിച്ചതെന്ന് 1000 വട്ടം ആവർത്തിച്ച് പിൽക്കാല ചരിത്രത്തിൽ പറയുകയും തന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തിട്ടും മഹാനായ പ്രവാചകന്റെ ജീവിതത്തെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് അതും ഒരു വിവാഹത്തിന്റെ 14-ാം നൂറ്റാണ്ടിലെ 6-ാം നൂറ്റാണ്ടിലെ ഒരു വിവാഹത്തിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോ യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രവാചക വ്യക്തിത്വം എന്ന് തിരിച്ചറിയാനുള്ള വിജ്ഞാനം സമൂഹത്തിന് പങ്കുവെച്ച് നൽകി ആ മഹിതമായ വ്യക്തിത്വത്തിന്റെ വിശുദ്ധമായ ആ പരിവേഷത്തിലേക്ക് ആളുകളെ ശരിയായ വിധത്തിൽ അടുപ്പിച്ചു നിർത്തുക എന്നതുകൂടി തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദിന്റെ കാരാളികോണം യൂണിറ്റ് പ്രവാചക ചരിത്രം വായിക്കാനും പഠിക്കാനും ബുക്കുകൾ കൈമാറിക്കൊണ്ട് ആ ബുക്കിനെ ആധാരമാക്കിക്കൊണ്ട് പ്രവാചക ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അർത്ഥവത്തായ ഒരു ശ്രമം നടത്തി നാനാജാതി മതസ്ഥരായ വിവിധങ്ങളായ ആളുകളെ പ്രവാചക ചരിത്ര പുസ്തകം കൈമാറി വീടുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് സമ്മാനദാനം കൂടി നൽകുന്ന മഹത്തായ ഒരു സദസ്സാണിതെന്ന് പറയുമ്പോ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടൊട്ടുക്കും ഏറ്റെടുക്കാൻ നമ്മുടെ സാമുദായിക സംഘടനകൾ അല്ലെങ്കിൽ മതേതര സമൂഹങ്ങൾ തയ്യാറായാൽ എത്ര വലിയ വിപ്ലവമായിരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഇത്തരം പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാൻ കൂടി നാം തയ്യാറാകണം. കാരാളികോണം യൂണിറ്റിനെയും ഈ പ്രദേശത്തെയും ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. കാരണം ഞങ്ങൾ
കേരളത്തിൽ ജമിയത്തുലമാ ഹിന്ദ് ഒരു വലിയ ബഹുജനാടിത്തറയിലേക്ക് വളർന്നിട്ടില്ല. ഇന്ന് കേരളത്തിൽ ഇത് ശ്രദ്ധയാകർഷിച്ചു വരുന്നു എന്നതൊരു സത്യമാണെങ്കിലും അപ്പോൾ തന്നെ ബഹുജന പിന്തുണയോടുകൂടി ഇത്തരം അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ ഇതിനകം ഇത്രയേറെ നടത്താൻ കഴിഞ്ഞ ഒരു യൂണിറ്റ് കേരളത്തിൽ തന്നെ അധികമില്ല എന്ന അഭിമാനം ഞങ്ങൾ നിങ്ങളോട് സന്തോഷത്തോടുകൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പ്രവർത്തന വീതിയിൽ നിങ്ങളേറെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. മതേതര ഇന്ത്യ, ന്യൂനപക്ഷ ഇന്ത്യ അതിനായി വളരെയേറെ കൊതിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സൽപ്രവർത്തനങ്ങൾ സർവശക്തന്റെ അടുക്കൽ സ്വീകാര്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്, കസറല്ലാഹു അംസാലക്. അല്ലാഹു സ്വീകരിക്കട്ടെ.